എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കുട്ടപ്പൻ ആ ഒരു നയൻ ടെയിൽ ഫോക്സിന്റെ മുൻപിൽ നിൽക്കുകയാണ്. എനിക്കിപ്പോ നിന്റെ സഹായം ആവശ്യമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സോറയെ രക്ഷിക്കണം. കട്ട് ചെയ്ത സോറയുടെ പവർ അത് കൂടിക്കൂടി വരുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ മോൺസ്റ്ററിനോട് വേണ്ട വേണ്ട മാറി നിക്കടാന്ന് പറഞ്ഞ് റിയൽ സോറയെ ഇപ്പൊ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വില്ലൻ അത് കണ്ട് തീർച്ചയായിട്ടും സോറ നിങ്ങളുടെ ഗ്രാമം നശിപ്പിക്കും. അവനെ കാണാൻ ഇപ്പൊ ശരിക്കും നയൻ ടെയിൽ ഫോക്സിനെ പോലെ തന്നെയുണ്ട്. അവന്റെ പവറിന്റെ മുൻപില് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോ അതിന് അസുമ സെൻസായി പറയും. അതിന് അസുമ പറയും ഞാൻ എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവനെ തടയും. ലീഫ് വില്ലേജിന്റെ മേലെ ഒരു പോറല് പോലും ഏക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. പക്ഷെ വില്ലൻ വിടില്ല. അസുമയുടെ പിന്നാലെ തന്നെ ഇപ്പൊ വില്ലനും ഓടും. നറൂട്ടോ കത്തിയെടുത്ത് ഇത്തവണ മിസ്സാവില്ല, ഉറപ്പായിട്ടും ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് കുട്ടപ്പൻ ചാടി വീണ് അവന്റെ ടെയില് അത് വെട്ടി അരിയാൻ നോക്കും. പക്ഷെ അതേ ടെയിൽ വെച്ച് തന്നെ സോറ കുട്ടപ്പനെ അടിച്ചു തെറിപ്പിച്ച് ഇപ്പൊ ദൂരത്തേക്കിടും. നറൂട്ടോ തെറിച്ച് വീഴുന്നത് കാണുമ്പോ ഇപ്പൊ സാക്കുര ആവട്ടെ ഓടി അവന്റെ അടുത്തെത്തും. അപ്പൊ സോറ അവന്റെ ചക്ര പവർ വെച്ച് വലിയൊരു ഗോളം ഉണ്ടാക്കി അത് കുട്ടപ്പനും സാക്കുറയ്ക്കും നേരെ ഇപ്പൊ വലിച്ചെറിയും. യാമുട്ട സെൻസായി വിളിച്ചു പോവും, സാക്കുറ ഓടിക്കോ. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഗോളം അവിടെ മുഴുവൻ ഇപ്പൊ അടിച്ചു നിരത്തും. യാമുട്ടോ സെൻസായി ഉടനെ വലിയൊരു കവചം ഉണ്ടാക്കി ഏനോയെയും ചോച്ചിയെയും കിബയെയും അവരെ എല്ലാവരെയും അതിൽ പ്രൊട്ടക്ട് ചെയ്ത് സേഫ് ആക്കി നിർത്തും. അപ്പൊ റോക്ക്ലി സാക്കുറയും നറൂട്ടോ കുട്ടപ്പനും അവര് രണ്ടുപേരും എവിടെ? അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പൻ സാക്കുറെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. കുട്ടപ്പൻ ഒരുപാട് അടി കിട്ടി അവൻ രക്തം തുളുമ്പി അങ്ങനെ കിടക്കാണ്. സാക്കുറ പറയും നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിന്നെ ഉടനെ ഇപ്പൊ ഹീൽ ചെയ്യാം. അതിന് കുട്ടപ്പൻ പറയും വേണ്ട വേണ്ട, എന്റെ മുറിവ് അത് തനിയെ തന്നെ പെട്ടെന്ന് ഹീലാവും. പക്ഷെ നിന്റെ സഹായം അത് സോറയ്ക്ക് വേണ്ടി വരും. നീ മെഡിക്കൽ ഗെഞ്ചിപ്സു അത് വേസ്റ്റ് ആക്കരുത്. തീർച്ചയായിട്ടും സാറയുടെ മുറിവുകള് അത് നീ തന്നെ ഹീൽ ചെയ്യണമെന്ന് പറയുമ്പോ അതിന് സാക്കുറ അവള് തലയാട്ടും. കുട്ടപ്പൻ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ സോറയെ രക്ഷിക്കാൻ വേണ്ടി മുൻപോട്ട് നടക്കും. പക്ഷെ ഓൾറെഡി ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ നറൂട്ടോ അങ്ങനെ താഴെ വീഴും. സാക്കുറ നറൂട്ടോയെ വിളിച്ചു കരയുമ്പോ അതിന് കുട്ടപ്പൻ പറയും നീ ടെൻഷൻ ആവണ്ട, എന്തൊക്കെയാണെങ്കിലും ഞാൻ സോറയെ രക്ഷിക്കും. ഇവിടെ ചോച്ചിയാണെങ്കില് അവന്റെ കൈ പൊള്ളി ഒരുപാട് വേദനയിലിരിക്കുകയാണ്. സാക്കുറ ഉടനെ ഇപ്പൊ അവളുടെ പവർ ഉപയോഗിച്ച് അവനെ ഹീൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെ കിബ ചോദിക്കും നമ്മളെ കൊണ്ട് ആ ഒരു നയൻ ടെയിൽ ഫോക്സിനെ അതിനെ തടയാൻ കഴിയില്ലേ? അതിന് യാമുട്ടോ സെൻസായി പറയും നമ്മളെ കൊണ്ട് ഒരിക്കലും അതിനെ തടയാൻ കഴിയില്ല. ഇവിടെ അസുമ മാസ്റ്ററിന്റെ പിന്നാലെ തന്നെ ആ ഒരു വില്ലൻ വരുമ്പോ മാസ്റ്ററിന് മനസ്സിലാവും ആദ്യം ഇവനെ കൊല്ലണം, എങ്കിലും മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവൂ. പക്ഷെ വില്ലൻ അവൻ ഇൻവിസിബിളായി ഇപ്പൊ ആസുമയ്ക്ക് ചുറ്റും അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കാണ്. വില്ലൻ അവൻ വീണ്ടും ഇപ്പൊ ആസുമയോട് പറയും എനിക്ക് വലുത് എന്റെ ഗ്രാമം തന്നെയാണ്, അതിനുവേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് മടിയില്ലാന്ന് പറഞ്ഞ് അവൻ ഇൻവിസിബിളായി ഇപ്പൊ ആസുമയെ അടിച്ചു കൊണ്ടേയിരിക്കും. അസുമ അറഞ്ചം പൊറഞ്ചം അവന്റെ നിഞ്ചാ ടൂൾസ് ഇപ്പൊ വലിച്ചെറിയും. പക്ഷെ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ അതേ സമയത്ത് സായി ആവട്ടെ അവന്റെ സ്ക്രോൾ അവിടേക്ക് കൊണ്ടുവന്ന് പെൻസിൽ ഉപയോഗിച്ച് അതിൽ പാമ്പുകളെ വരച്ച് ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ വില്ലന്റെ അടുത്തേക്ക് വരും. ആ പാമ്പുകൾ അങ്ങനെ തന്നെ ഇപ്പൊ വില്ലനെ ചുറ്റി വളഞ്ഞ് ഒരു മരത്തിൽ ലോക്ക് ചെയ്ത് പിടിക്കും. അത് കണ്ട് അസുമയ്ക്ക് ഇപ്പൊ ഭയങ്കര ഹാപ്പി ആവും. മാസ്റ്റർ സായിയോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞ് ഇപ്പൊ വില്ലന് നേർക്ക് ചെല്ലും. ഇവിടെ കുട്ടപ്പൻ നീ ഇപ്പോഴെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് വരണം, എന്നെ വിശ്വസിക്കണം ആദ്യം, എങ്കിൽ മാത്രമേ നിനക്കിതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. നിനക്ക് ഓർമ്മയില്ലേ ആദ്യമായിട്ട് നമ്മൾ കണ്ടത്, ഫൈറ്റ് ഇട്ടത്, നമ്മൾ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? കുട്ടപ്പൻ അതെല്ലാം പറഞ്ഞ് ഇപ്പൊ വീണ്ടും വീണ്ടും മോൺസ്റ്ററിന്റെ അടുത്തേക്ക് വരും. അത് അറഞ്ചം പൊറഞ്ചം ഇപ്പൊ കുട്ടപ്പനെ ഇടിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴേക്കും സാറയുടെ ഇന്നർ മൈൻഡില് ഇപ്പൊ കുട്ടപ്പൻ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട് കാണും. ഇവിടെ ആസ്മ പറയും നമ്മൾ രണ്ടുപേരും ഫൈറ്റ് തുടങ്ങിയത് ദ റിയൽ കിങ് അതാരാണെന്ന് കണ്ടുപിടിക്കാനാണ്. നിനക്കത് ഇപ്പോഴും മനസ്സിലായില്ലേന്ന് ആസുമ ചോദിക്കുമ്പോ വില്ലനാവട്ടെ ആ പാമ്പുകളെ എല്ലാം തകർത്ത് കളഞ്ഞ് ഇപ്പൊ ആസുമയ്ക്ക് നേരെ ചാടി വരും. അവൻ പാഞ്ഞു വന്ന് ആസുമയെ ക്രോസ് ചെയ്ത് പോകുമ്പോ രക്തം ചീന്തി വില്ലനാവട്ടെ ഇപ്പൊ രണ്ടായിട്ട് പിളർന്ന് താഴേക്ക് വീഴും. കാരണം ആസുമ മാസ്റ്റർ തന്റെ നിഞ്ച ടൂൾ ഉപയോഗിച്ച് വില്ലനെ രണ്ടായിട്ട് വെട്ടി. വില്ലനെ ഇപ്പൊ രണ്ടായിട്ട് വെട്ടി വീഴ്ത്തി. വില്ലൻ പറയും ഞാൻ മരിച്ചാല് ലാൻഡ് ഓഫ് ഫയറിന്റെ കാര്യം എന്റെ ഗ്രാമം അതാര് നോക്കും? അസുമ വില്ലനെ നോക്കി നിൽക്കുമ്പോ അവനാവട്ടെ അരയിൽ നിന്ന് 12 ഗാർഡിയൻ നിഞ്ചാസിന്റെ ടവല് അത് പുറത്തേക്കെടുക്കുമ്പോ അവിടെ വെച്ച് അവൻ മരിച്ചു പോവും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ഒരുപാട് അടി കിട്ടിയിട്ടും അവൻ എഴുന്നേറ്റ് വരാണ്. അപ്പൊ അതേ സമയം ഇവിടെ സോറയുടെ മൈൻഡിലാവട്ടെ
കുട്ടപ്പന്റെ ഓർമ്മകള് അത് വരാൻ തുടങ്ങും. അവൻ ആദ്യമായിട്ട് കുട്ടപ്പനെ കണ്ടത്, സോറയെ രക്ഷിക്കാനായിട്ട് കുട്ടപ്പൻ അവന്റെ അടുത്തേക്ക് ഓടി വന്നത്, സാറ കുട്ടപ്പനെ ഓർത്ത് ഇപ്പൊ പതിയെ ചിരിക്കാൻ തുടങ്ങും. ഇവിടെ സാറയുടെ ബോഡിയിൽ നിന്ന് ആ ഒരു പവർ അത് പുറത്തേക്ക് വരികയാണ്. അത് കണ്ട് സാക്കുറ ചോദിക്കും, ഈ ഒരു പവർ അത് ആക്ച്വലി വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. കുട്ടപ്പന്റെ ബോഡിയിൽ ഈ ഒരു പവർ ഇങ്ങനെ ആയിരുന്നില്ല വർക്ക് ചെയ്തത്. അതിന് മാസ്റ്റർ പറയും, ആ ഒരു പവർ അത് സാറയെ വിട്ട് ഇപ്പൊ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. നാറൂട്ടോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവനെ പിടിച്ചു വലിച്ച് അവന്റെ ടെയില് അത് വെട്ടാൻ നോക്കുമെങ്കിലും സാറ അവനിപ്പോ മുഴുവനായിട്ടും ആ ഒരു നയൻ ടെയിൽ ഫോക്സ് ആയി മാറും. ഇവിടെ ഹൊക്കാഗെ ആവട്ടെ അതിനെ കണ്ട് പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതാണല്ലേ ആ നയൻ ടെയിൽ ഫോക്സിന്റെ യഥാർത്ഥ രൂപം. നമുക്കും എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാന്ന് ഇപ്പൊ ഹൊക്കാഗെ പറയും. യാമുട്ടോ സെൻസായി പറയും, സോറയുടെ ബോഡിയിൽ നിന്ന് അതിപ്പോ മുഴുവനായിട്ടും പുറത്തു വന്നിരിക്കുകയാണ്. അതിനിപ്പോ ആവശ്യം അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു നല്ല ബോഡിയാണ്. അത് അതിനു വേണ്ടിയാണ് ഇപ്പൊ പുറത്തേക്ക് വന്നത്. അതാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പത്തേക്കും ആ ഒരു നയൻ ടെയിൽ ഫോക്സ് അവിടുന്ന് അപ്രത്യക്ഷമായി പോവും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പരിക്കുകൾ പറ്റി വീണ് കിടക്കാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് കുട്ടപ്പൻ സാറയെ കാണും. കുട്ടപ്പൻ ഉഷാറായിട്ട് ഇപ്പൊ സാറയെ വിളിക്കാൻ തുടങ്ങും. സാറാ എഴുന്നേക്ക്, ഇത് ഞാനാണ്. അതിന് സാറാ അവൻ പതിയെ കണ്ണു തുറക്കുമ്പോ കുട്ടപ്പൻ പറയും, നീ ഇപ്പൊ ഓക്കെയാണ്, വായോ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിന് സാറാ, നമ്മുടെ വീടോ? അതെവിടെയാ? ഈ ലീഫ് വില്ലേജ് അത് തന്നെയാണ് ഇന്നു മുതൽ നിന്റെ വീട്. ഞങ്ങൾ എല്ലാവരും നിന്റെ ഫ്രണ്ട്സ് ആണ്. അത് കേൾക്കുമ്പോ സോറയ്ക്ക് ഒരു മിനിറ്റ് ഡൗട്ട് തോന്നും. അവൻ വീണ്ടും ചോദിക്കും, ഉറപ്പാണോ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണോ? അതിന് കുട്ടപ്പൻ അടിച്ചു പറയും, നീ ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ്. ഇനി മുതല് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ കഴിയും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ സായി അവിടേക്ക് വരും. സാറ പതിയെ ഇപ്പൊ കുട്ടപ്പൻ അടുത്തേക്ക് വന്ന് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കും, എന്നെയും നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കൂട്ടുവോ? അതിന് കുട്ടപ്പൻ കളിയാക്കി പറയും, എന്നെ കൊണ്ട് പറ്റില്ല, നീയൊന്നും എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞ് അവൻ സായി നോക്കി ചിരിക്കും. പക്ഷെ സായി ആവട്ടെ അതും സീരിയസ് ആയിട്ട് എടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കാണ്. അവിടെ റീകൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ സോറ അവന്റെ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുട്ടപ്പൻ സോറയോട് ചോദിക്കും, നിനക്ക് ഇപ്പൊ തന്നെ തിരികെ പോണോ? എനിക്ക് ലാൻഡ് ഓഫ് ഫയറിലേക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് തിരികെ പോകണം. അവിടുത്തെ ആളുകളെ കാണണം, അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് കണ്ടു മനസ്സിലാക്കണം. എനിക്ക് എന്റെ ഗ്രാമത്തിലേക്ക് പോയി നല്ലവരായ കുറച്ച് ഫ്രണ്ട്സിനെ എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും, നിനക്ക് എപ്പോ വേണമെങ്കിലും ലീഫ് വില്ലേജിലേക്ക് വരാം. നിന്റെ മുൻപില് ലീഫ് വില്ലേജിന്റെ ഗേറ്റ് അതെപ്പോഴും തുറന്നു കിടക്കും. അത് കേൾക്കുമ്പോ ഇപ്പൊ സോറ ഒരുപാട് സ്നേഹത്തോടു കൂടെ കുട്ടപ്പനെ നോക്കും. സാറ അവസാനമായിട്ട് ഇപ്പൊ കുട്ടപ്പനോട് പറയും, അസുമ മാസ്റ്ററിനോട് എന്റെ ഒരു ഹായ് പറയണം. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരുവും അസുമ മാസ്റ്ററും ഇപ്പോഴും ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ അസുമ മാസ്റ്റർ വളരെ റിസ്ക് എടുത്ത് കളിക്കുമ്പോ അതിന് ഷിക്കമരു ചോദിക്കും, സാധാരണ മാസ്റ്റർ ഇത്രയും റിസ്ക് എടുത്ത് കളിക്കാറില്ലല്ലോ, ഇപ്പൊ എന്തു പറ്റി? അതിന് മാസ്റ്റർ പറയും, കിങ്ങുകൾ എപ്പോഴും റിസ്ക് എടുത്തേ ജീവിക്കാറുള്ളൂ. അപ്പൊ ഷിക്കമരു അവന്റെ കരു നീക്കിയിട്ട് പറയും, ഞാൻ രാജാവിനെ വെട്ടി. രാജാവ് ഔട്ടായി പോയെന്ന് പറയുമ്പോ മാസ്റ്റർ പറയും, നീ എപ്പോഴും ഒരു കുതിരയാണ്. കാരണം കുതിര അതെപ്പോഴും ടയേർഡായിരിക്കും അതിന്റെ സ്ട്രെങ്ത് കാരണം. പക്ഷെ കറക്റ്റ് സമയത്തില് അതിന്റെ സ്ട്രെങ്ത് അത് മുഴുവനായിട്ടും കറക്റ്റായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് നീയും. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കുതിര എന്ന് വിളിച്ചത്. ഓക്കെ, ഞാൻ കുതിരയാണെങ്കിൽ മാസ്റ്റർ ആരാണെന്ന് ഷിക്കമരു ചോദിക്കുമ്പോ അതിന് മാസ്റ്റർ ഇപ്പൊ സാക്രിഫൈസിങ് ഡയസ് അത് മുൻപോട്ട് വെക്കും. അപ്പൊ ചെസ് ബോക്സില് ഇപ്പൊ കിങ് തനിച്ചു നിൽക്കുന്ന കാണുമ്പോ അസുമ ചോദിക്കും, ഇപ്പൊ മനസ്സിലായോ കിങ് ആരാണെന്ന്? അതിന് ഷിക്കമരു പറയും, എനിക്ക് മനസ്സിലായി, നമ്മുടെ ഹൊക്കാഗെയാണ് കിങ്. കട്ട് ചെയ്താ ഇപ്പൊ ഒരു പെണ്ണിനെ കാണിക്കുന്നു. അവൾ ഉഷാറായിട്ട് എങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ അക്കാസ്കി മെമ്പേഴ്സിൽപ്പെട്ട 2 പേര് വരും. ഇവരുടെ പേര് ഹിഡൻ ആൻഡ് ഹാഗു. അവര് പരസ്പരം പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഇവളുടെ ഉള്ളില് ആ ഒരു 2 ടെയിൽ മോൺസ്റ്റർ ആണുള്ളത്. അതിന്റെ പവർ അത് വളരെ കെയർഫുൾ ആയിട്ട് പുറത്തെടുക്കണം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.